Yes, the man who creates magic. Ladies and gentlemen, here is our favorite Prithviraj Sukumaran joining us. And over to you. നമസ്കാരം. ഏത് സിനിമ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്ന ഇതുപോലൊരു ദിവസം ഉണ്ടാകണേ എന്നാണ്. ഒരു വലിയ വിജയമായി തീർന്ന് ആ വിജയം ആ സിനിമയിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാരുമായി ആഘോഷിക്കാൻ ഒരു അവസരം ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ട ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്നതിൽ ഒരുപാട് സന്തോഷം, അഭിമാനം. വിപിൻ ദാസ് എന്ന സംവിധായകന്റെ നിന്നും അസിസ്റ്റൻസ് എല്ലാവരും ആദ്യം പഠിക്കേണ്ടത് സിനിമ എടുക്കാനല്ല, എങ്ങനെ ഡേറ്റ് വാങ്ങിക്കണം എന്നാണ്. കാരണം ഈ പ്രോജക്റ്റുമായിട്ട് വിപിൻ എന്നെ അപ്രോച്ച് ചെയ്യുന്ന വേറൊരു കഥയാണ്. മറ്റൊരു പ്രോജക്റ്റാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഞാൻ വിപിൻ ഉടനെ എങ്ങും എനിക്ക് സമയം ഉണ്ടായില്ല, കാരണം ഇങ്ങനെ എൻ്റെ 1-2 ആക്ടിങ് കമ്മിറ്റ്മെന്റ്സ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്. ഓഹോ അതെല്ലേ ശരി എന്നുള്ളത് അങ്ങനെ പിന്നെ കറങ്ങിത്തിരിഞ്ഞ് മറ്റൊരു കഥയുമായിട്ട് വന്ന് അല്ല അത് 2 ഹീറോസ് ഉണ്ട്, അപ്പൊ പൃഥ്വിരാജിന്റെ കുറച്ച് ദിവസങ്ങൾ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ മണാലി ഒരു ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാരഥിയും വിപിനും മുകേഷ് സാറും കൂടെ അവിടെ വന്ന് ഒരു ദിവസം വൈകുന്നേരം സംസാരിച്ച് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഡേറ്റ് ഞാൻ കൊടുത്തു. അപ്പൊ എനിക്ക് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് ഞാനും വിപിൻ്റെ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഈ സിനിമ സംഭവിക്കുന്നു, സിനിമ ഒരു വലിയ വിജയമാകുന്നു. എനിക്ക് തോന്നുന്നു E4-ന്റെയും എന്റെയും ഒക്കെ ലൈഫിൽ E4 എന്റർടൈൻമെന്റ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ കോമ്പിനേഷനിൽ ഏറ്റവും വലിയ വിജയമായ സിനിമയാണ്. അങ്ങനെ നമ്മൾ ഈ സിനിമ വിജയിക്കുന്നു. വലിയ വിജയമായതിനു ശേഷം വിപിൻ അപ്പൊ നമ്മള് ആദ്യം പറഞ്ഞ കഥ ഞാൻ പറഞ്ഞു അത് നമുക്ക് ചെയ്യാം. ഇപ്പൊ സമയമില്ലല്ലോ, ഞാൻ ഇങ്ങനെ സിനിമ സംവിധാനം ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് മറ്റു കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ സിനിമ കമ്മിറ്റിയുടെ ഡയറക്ടേഴ്സ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് അതല്ലേ ഓക്കെ എന്തൊക്കെയോ പറയുന്നു. കുറച്ച് കഴിഞ്ഞ് എങ്ങനെയോ ഡേറ്റ് ശരിയാവുന്നു. ഇതെങ്ങനെ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പഠിക്കേണ്ടത് വിപിന്റെ കയ്യിൽ നിന്നും. പിന്നെ അദ്ദേഹം വളരെ മനോഹരമായ ഒരു ഫിലിം മേക്കറാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളത്തില് അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല ഈ ജോണർ ക്രാക്ക് ചെയ്തിട്ടുള്ള ഫിലിം മേക്കേഴ്സ്. എനിക്ക് മറ്റൊരാൾ ബേസിലായിരിക്കും. പിന്നെ ബേസിൽ ഇപ്പോ സംവിധാനത്തിനേക്കാൾ കുറച്ചുകൂടെ ഫീസിബിൾ അഭിനയമാണെന്നുള്ള തിരിച്ചറിവ് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത സംവിധാന സംരംഭം എപ്പോഴാണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല. എന്നിരുന്നാലും താങ്ക് യു വിപിൻ, ആനന്ദൻ എന്ന കഥാപാത്രം എന്നിൽ കണ്ടതിന്. ഇതുപോലെ ഇതിനേക്കാൾ എക്സൈറ്റഡ് ആണ് ഞാൻ അടുത്ത കഥാപാത്രത്തിൽ. അതിനെക്കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല, ഔപചാരികമായ ഒരു അനൗൺസ്മെന്റ് നമുക്ക് പിന്നീട് നടത്താം. മുകേഷ് സർ, സാരഥി, E4. ഞാൻ ആദ്യം നമ്മൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നത് എസ്ര എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ സുപ്രിയോട് പറയുന്ന മലയാളത്തിൽ ഏറ്റവും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രൊഫഷണൽ പ്രൊഡക്ഷൻ സെറ്റപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സിനിമയെ എങ്ങനെ സമീപിക്കണം, ഒരു സിനിമയെ എങ്ങനെ ഒരു ആർട്ട് ഫോമായി സമീപിക്കണം എന്നുള്ളത് അറിയുക എന്നുള്ളതിന്റെ പിന്നിൽ പ്രൊഡക്ഷൻ ഒരു സ്കിൽ ഉണ്ടാകണം. ഈ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് ആണ് എന്ന തിരിച്ചറിവ് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. സംവിധാനം പോലെയും എഡിറ്റിംഗ് പോലെയും സിനിമാറ്റോഗ്രാഫി പോലെയും ഫിലിം പ്രൊഡക്ഷൻ ഒരു ക്രാഫ്റ്റ് ആണ് എന്നുള്ളൊരു അറിവ് തിരിച്ചറിവ് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. ആ ക്രാഫ്റ്റ് വളരെ മനോഹരമായി നിർവഹിക്കുന്ന മലയാളത്തിലെ ഒരു മുൻനിര ബാനറാണ് E4 എന്റർടൈൻമെന്റ്. എടുത്തു പറയേണ്ട മറ്റൊരാളുണ്ട്, സഞ്ജയ് സർ, അനീഷ്, AP ഇന്റർനാഷണൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൈലന്റ് പാർട്ണറായിട്ട് മാത്രമാണ് ഒരുപക്ഷെ സഞ്ജയ് സാറിന് ഈ പ്രോജക്റ്റിൽ അറിയാവുന്നത്. ബേസിലിനെ പോലെയോ ഇവിടെ ഇരിക്കുന്ന മറ്റു ചെറുപ്പക്കാരെ പോലെയോ ഒന്നും നിങ്ങൾക്ക് പരിചിതമല്ലാത്ത മലയാള സിനിമയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജഗദീഷ് ചേട്ടനും ബൈച്ചേട്ടനും ഞങ്ങൾ ഓൾഡ് ജനറേഷൻ അത് പരിചയമുണ്ട്. കാരണം ഈ സിനിമകളൊക്കെ എടുത്ത് അന്ന് ഈ ബിസിനസ്സുകൾ, സാറ്റലൈറ്റ്, ഡിജിറ്റൽ, സ്ട്രീമിംഗ്, ഓവർസീസ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ പോലെ അല്ല. ഇപ്പൊ ഒരു സിനിമ റിലീസ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് എവിടുന്നെങ്കിലും ഒക്കെ പൈസ എടുത്ത് സിനിമ കംപ്ലീറ്റ് ചെയ്ത് റിലീസിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് റിലീസിനോട് അടുക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക. ഒരുപക്ഷെ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല, അയ്യോ ഇത് ഇത്ര കോടി രൂപ നമ്മൾ നാളേക്കുള്ളിൽ ഇത്രയും ആൾക്കാർക്ക് പേ ചെയ്തില്ലെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള അവസ്ഥകൾ, എന്നൊക്കെയുള്ള ചാലഞ്ചസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നടീനടന്മാർ അതൊന്നും അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല, ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാനൊക്കെ അത് ഫേസ് ചെയ്തിട്ടുള്ള അവസാനത്തെ ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് എന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രാവശ്യം എൻ്റെ ഒരു ഫോൺ കോളിനെ വിശ്വസിച്ച് കോടികൾ മുടക്കി എൻ്റെ സിനിമകൾ റിലീസ് ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുള്ള ആളാണ് സഞ്ജയ്. സോ താങ്ക് യു ഫോർ ബിലീവിംഗ് ഇൻ മീ ഓൾ ത്രൂ. ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം ഒരു വലിയ വിജയചിത്രങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാലത്തിന്റെ കാവ്യനീതിയായി ഞാൻ കാണുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ്. ആൻഡ് ഐ ക്യാൻ അഷ്വർ യു ദാറ്റ് ദിസ് വിൽ ബി a partnership
that will now stand for a long, long time. എന്നോടൊപ്പം വർക്ക് ചെയ്ത മറ്റൊരു കാസ്റ്റ് ആൻഡ് ക്രൂ, ഈ സെറ്റിലെ അമ്മാവൻ ഞാനായിരുന്നു. കാരണം ബാക്കി എല്ലാം ഈ ന്യൂ ജനറേഷൻ പിള്ളേരാണ്. ബേസിലെ പ്രായം ന്യൂ ജനറേഷൻ്റെ അല്ലെങ്കിലും ഇതുപോലെ ഗോൾഡൻ മുടി മറയ്ക്കാൻ പച്ച തൊപ്പിയൊക്കെ ചടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ മൊത്തത്തിൽ ബേസിൽ ഇപ്പോൾ ഒരു ന്യൂജൻ ഐക്കണാണ്. എനിക്ക് തോന്നി ബേസിൽ, ടൊവിനോ ഇവന്മാരൊക്കെ കൂടെയാണ് എന്നെയൊക്കെ അമ്മാവനാക്കുന്നതിന്റെ പിന്നിലെ പ്രധാനികൾ. എന്നിരുന്നാലും എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. ബേസിലെ പോലെയും അനശ്വരയെ പോലെയും നിഖിലെ പോലെയും ഒക്കെ ഉള്ളൊരു എനിക്ക് ശേഷം വന്നൊരു ജനറേഷൻ ആക്ടേഴ്സിനോടൊപ്പം ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ അതിനേക്കാൾ എനിക്ക് റിഫ്രഷിംഗ് ആയിരുന്നു നമ്മുടെ ആ പുറകിലിരിക്കുന്ന ഗ്രൂപ്പ്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. കാരണം ഈ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരെ നമ്മുടെ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ദേ കം ഫ്രം എ ഡിഫറെന്റ് വേൾഡ്. നമ്മളാണ് ശരിക്കും അവരുടെ പ്രോസസ്സിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ പെർഫോമൻസിന്റെ മീറ്ററും അവരുടെ ഡയലോഗ് പറയുന്ന രീതിയുമൊക്കെ എനിക്ക് തോന്നി ഇൻസ്റ്റാഗ്രാം റീലിൽ നിന്നൊക്കെയാണ് അവരുടെ പെർഫോമൻസ് ബ്രീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു കൺവെൻഷണൽ രീതിയല്ല, ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഒരു സീൻ വായിച്ച് ഒരു പെർഫോമൻസ് ചാർട്ട് ചെയ്ത് നമ്മുടെ കൺവെൻഷണൽ രീതി അല്ല അവരുടേത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിച്ചൊരു സിനിമയാണ് ഗുരുവായൂരപ്പൻ നടക്കുന്ന ഈ സിനിമ. സോ ഫോർ ദാറ്റ് ഐ എം ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിന്. ഇതിന് പിന്നിൽ വിപിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു വലിയ ടീം ഓഫ് ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാം പുതിയ ആൾക്കാരാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സെറ്റിൽ ഫസ്റ്റ് ഡേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് മിണ്ടാതൊക്കെ ഇരിക്കും. കാരണം അയ്യോ അമ്മാവനെത്തി എന്നുള്ളതുണ്ട്. അങ്ങനെ എല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പൊ ഈ കുറെ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുകയും അവരൊക്കെ ഇത്രയും ടാലന്റഡ് ആണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് എന്നെ പോലുള്ള ഒരാൾക്ക് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിന് താങ്ക് യു ടു ഈച്ച് വൺ ഓഫ് യു. പുതിയ ആൾക്കാർക്ക് ഇതിലൊരു എഡിറ്റർ ഉണ്ട്, ആന്റി പീസ് ആണ് ജോൺ കുട്ടി. എന്നോട് ഒരുപാട് സിനിമകൾ എന്നോട് വർക്ക് ചെയ്യുന്ന ആളാണ്. ജോൺ ഒഴിച്ച് ഇതിലെ ക്യാമറമാൻ, പിന്നെ അസോസിയേറ്റ് ശ്രീലായി, അത് പ്രാചീനം. ശ്രീലാലൊക്കെ മൊയ്തി ടൈമിലൊക്കെ നമ്മുടെ അസോസിയേറ്റ് ആണ്. അപ്പോ എനിക്ക് വിമലിന്റെ അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ ആദ്യം ശ്രീലാലിനെ പരിചയപ്പെടുന്നത് അല്ലേ? അതിന് അതിനു മുമ്പ് അപ്പൊ അങ്ങനെ കുറച്ചു പേരെ മാറ്റി നിർത്തിയാൽ ഒരുപാട് പുതിയ ആൾക്കാരോടൊപ്പം ഉണ്ടായിരിക്കുന്നത് എല്ലാവരുടെയും വർക്ക് ചെയ്യാൻ എനിക്ക് ആദ്യമേ അവസരം കിട്ടിയ ഒരു സിനിമയാണ്. സോ താങ്ക് യു. പിന്നെ പ്രായം കൂടുന്നവരും ഷട്ടിലെ ഡിസൈൻ കൂടിയിരുന്ന ജഗദീഷ് ചേട്ടനും, അതുപോലെ തന്നെ പ്രായം കൂടുന്നവരും പുച്ഛം കൂടിയിരുന്ന പരിചയം രണ്ടുപേരും ഇവിടെ ഉണ്ട്. അതെ, രണ്ടുപേരും എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരാണ്. എന്നെ ചെറിയ കാലം മുതൽ കാണുന്ന ആൾക്കാരാണ്. രണ്ടുപേരോടൊപ്പവും ഇന്നും സജീവമായി സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ ലെസൺ ആണ്. കാരണം ജഗദീഷ് ചേട്ടൻ ഇന്നായിരിക്കുന്ന പിള്ളേരോടൊപ്പം അഭിനയിക്കുമ്പോഴും അവരുടെ ടൈം ലൈനിലുള്ള ആക്ടറാണ്. ബൈജു ചേട്ടൻ ഇന്നും വിപിൻ ദാസിന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിപിൻ ദാസിന്റെ ഗ്രാമറിലുള്ള ആക്ടറാണ്. അതുപോലെ ആകണേ ഞാനും എന്നാണ് എന്റെ പ്രാർത്ഥന. നമ്മുടെ എനിക്ക് വലിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ആക്ടറാണ്. കാരണം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവസാനമായി സംവിധാനം ചെയ്ത എന്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നിൽ എന്നോടൊപ്പം ഒരു മുഴുനീള കഥാപാത്രത്തിൽ അഭിനയിച്ച ആളാണ്. എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. ഇന്നിവിടെ എത്തിയതിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിൽ ഒരുപാട് സന്തോഷം. അരവിന്ദ്, ഇവിടെ ഇരിക്കുന്നവരാരും എന്നെ കണ്ടിട്ടില്ലാത്ത വളരെ റോ ആയ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്നോ ഒരു ഡയലോഗ് എങ്ങനെ പറയണമെന്നോ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ ഒന്നും അറിയാത്ത എന്നെ കണ്ട എൻ്റെ കോ ആക്ടറാണ് അരവിന്ദ്. എൻ്റെ ഫസ്റ്റ് സിനിമയിൽ ശരിക്ക് എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് അരവിന്ദിനെ പോലെ ആകണമെന്നാണ്. ബിക്കോസ് ഹി വാസ് സച്ച് എ ഗുഡ് ആക്ടർ ഈവൻ ബാക്ക് ദെൻ. He still is a fantastic dancer. I don't know if you know this. എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡാൻസർ ആണ്. ആൻഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള് ഗുണ്ടൽപേട്ടിൽ അരവിന്ദിന്റെയും നവ്യയുടെയും പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് ആ പാട്ടിന്റെ ഷൂട്ടിംഗ് കാണാൻ ഞാൻ പോയിട്ട് ഞാനിങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണ്. എന്റെ ദൈവമേ, I need to be this good to be in cinema എന്നുള്ളത്. So thank you for inspiring me from my first film. ഒരുപാട് സന്തോഷം. ഇർഷാദക്ക, എല്ലാവരോടും താങ്ക് യു. ആൻഡ് ഇനിയും ഇതുപോലെ ഒരുപാട് ആഘോഷവേളകളിൽ നമുക്ക് ഒരുമിച്ചുണ്ടാകാൻ ഭാഗ്യം ലഭിക്കട്ടെ. ഞാൻ അടുത്ത സിനിമകൾ ചെയ്യുന്ന കുറെ സംവിധായകർ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വിപിൻ ദാസിന്റെ അടുത്ത സിനിമ ഞാനാണ് ചെയ്യുന്നത്, നിസാമിന്റെ അടുത്ത സിനിമ ഞാനാണ് ചെയ്യുന്നത്, വിഷ്ണുവിന്റെ അടുത്ത സിനിമ ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ
മാർക്കറ്റുള്ള കഴിവുള്ള സംവിധായകരൊക്കെ എന്നെ വെച്ച് സിനിമ എടുക്കുമെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം. എല്ലാവരുടെ പ്രോജക്റ്റും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്ന സിനിമകളാണ്. ആ സിനിമകൾക്കെല്ലാം ഇതുപോലൊരു സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. താങ്ക്സ് അലോട്ട്. രാജു, ഒറ്റ കാര്യം, ഒരൊറ്റ